നമുക്ക് എല്ലാവർക്കും കാച്ചിയ എണ്ണ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പാകമാണ് കേട്ടോ. പാകം കറക്റ്റ് ആയാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കരിഞ്ജീരക എണ്ണ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്ത് കാണിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് എന്തായാലും എൻ്റെ എണ്ണ തീർന്നു, എനിക്ക് എണ്ണ തയ്യാറാക്കണം. അപ്പൊ എങ്ങനെയാണ് കരിഞ്ജീരകം കാച്ചിയ എണ്ണ തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് കരിഞ്ജീരകം കാച്ചിയ എണ്ണയും കാച്ചാത്ത എണ്ണയാണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ മാറി മാറി ഉപയോഗിക്കലുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഈ രണ്ട് എണ്ണയും നല്ലതാണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. രണ്ട് എണ്ണയും നല്ല റിസൾട്ട് ആണ്. ഏതാണോ നിങ്ങൾക്ക് തയ്യാറാക്കാൻ കംഫർട്ട് അത് നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കരിഞ്ജീരകം എണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങൾക്ക് കംഫർട്ട് ആണ്, നല്ല എണ്ണയാണെങ്കിൽ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അത് ഇനി പറ്റില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എണ്ണ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കരിഞ്ജീരകം എണ്ണ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഞാൻ കാണിച്ചു തരുന്ന രീതിയിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ കരിഞ്ജീരകം കാച്ചിയ എണ്ണ തയ്യാറാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, അതിന്റെ പാകം നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. എന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം, അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. എല്ലാവർക്കും തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ തയ്യാറാക്കാൻ പറ്റുന്നവർ തയ്യാറാക്കുക. അപ്പൊ കരിഞ്ജീരകം കാച്ചിയ എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് മാമാർത്ത് അയച്ചു തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാനുണ്ട് കേട്ടോ. മാമാർത്ത് ഇപ്രാവശ്യം നമുക്ക് സോപ്പാണ് അയച്ചു തന്നിട്ടുള്ളത്. 2 പാക്കറ്റ് സോപ്പ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മാമാർത്തിന്റെ ഇത് വെറും സോപ്പ് അല്ല കേട്ടോ, ഇത് ലോഷൻ സോപ്പാണ്. നമുക്ക് 2-in-1 ബെനിഫിറ്റ് ഉള്ള സോപ്പാണ് കേട്ടോ. ലോഷൻ സോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ തരുന്ന സോപ്പായിരിക്കും. നമ്മളിങ്ങനെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലോഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല, ഡ്രൈനസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് കേട്ടോ ലോഷൻ സോപ്പിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 പാക്കറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ പാക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് മാമാർത്തിന്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. അപ്പൊ ഈ ഒരു സോപ്പിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ സി ആൻഡ് ഹണി ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പിന്നെ നോൺ ഡ്രൈയിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോഷൻ സോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ഡ്രൈനസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫോർ സ്കിൻ ഇലൂമിനേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇലൂമിനേഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സോപ്പാണിത്. പിന്നെ ഇതിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് എന്നുള്ളത് പാക്കറ്റിന്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സോപ്പ് നമുക്ക് ഗ്രേഡ് 1 വരുന്നതാണ് കേട്ടോ. പിന്നെ 76% TF വരുന്ന ഗ്രേഡ് 1 വരുന്ന സോപ്പാണ്. അപ്പൊ നിങ്ങളിപ്പോൾ സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഗ്രേഡ് 1 സോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ആ സോപ്പ് ഗ്രേഡ് 1 വരുന്ന സോപ്പുകൾ നന്നായിട്ട് സഹായിക്കും. നമ്മൾ എത്ര പേര് ഇങ്ങനെ സോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ഗ്രേഡൊക്കെ നോക്കി വാങ്ങിക്കുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ സോപ്പ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഒരു പാക്കറ്റിൽ പിന്നെ 4 സോപ്പാണ് കേട്ടോ ഉള്ളത്. 125 ഗ്രാം വരുന്ന 4 സോപ്പാണ് ഉള്ളത്. നല്ലൊരു വൈറ്റ് കളറിൽ വരുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി ഞാൻ അടുത്ത പാക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. അടുത്ത പാക്കറ്റ് വരുന്നത് മാമാർത്തിന്റെ ഉപ്റ്റൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. നേരത്തെ നമ്മൾ വൈറ്റമിൻ സി ആണ് കാണിച്ചത്, ഇത് ഉപ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സോപ്പിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ടെർമറിക് ആൻഡ് സാൻഡൽവുഡ് ആണ്. അപ്പൊ ഈ ഒരു സോപ്പും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, നോൺ ഡ്രൈയിങ് ആണ്. പിന്നെ ഈ ഒരു സോപ്പ് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം ഉപ്റ്റന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കരിവാളിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പാക്കറ്റിന്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 76% TF വരുന്ന ഗ്രേഡ് 1 വരുന്ന സോപ്പ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പൊ ഈ ഒരു പാക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സോപ്പാണ് വരുന്നത്. 125 ഗ്രാമിന്റെ 4 സോപ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ സോപ്പിന്റെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പിന്നെ യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് ടെർമറിക് ആൻഡ് സാൻഡൽവുഡ് ആണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പൊ നല്ലൊരു യെല്ലോ കളറിലാണ് സോപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ മാമാർത്തിന്റെ ലോഷൻ സോപ്പ് 2 ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പതയുണ്ട് കേട്ടോ, നന്നായിട്ട് നമുക്കിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. പിന്നെ സ്മെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നാച്ചുറൽ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. രണ്ടും തന്നെ നമുക്ക് അങ്ങനെ വേറെ സ്മെല്ലോ വേറെ ഇറിറ്റേറ്റിംഗ് ആക്കുന്ന സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സൂപ്പർ ആയിട്ടുള്ള നാച്ചുറൽ സ്മെല്ലാണ് വരുന്നത്. പിന്നെ നമ്മൾ പൊതുവേ സോപ്പുകൾ നമ്മൾ ഫേസിൽ ഉപയോഗിക്കാറില്ല. നമ്മൾ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ അല്ലേ ഫേസിൽ ഉപയോഗിക്കുക. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫേസ് ഒരുപാട് ഡ്രൈ ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഫേസിൽ ഉപയോഗിക്കാത്തത്. പക്ഷേ ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ ഫേസ് ഡ്രൈ ആവുന്ന ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് മോയ്സ്ചർ തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫേസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മാമാർത്തിന്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പും പിന്നെ ഉപ്റ്റൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പും രണ്ടും ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴും മാമാർത്തിന്റെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണിച്ചു തരാറുള്ളത്. എനിക്ക് കാരണം എന്താ വെച്ചാൽ കൂടുതൽ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അത് മാത്രമല്ല ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ് കേട്ടോ. നമുക്ക് വാങ്ങിച്ച് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ്. അപ്പൊ നിങ്ങൾക്ക് മാമാർത്തിന്റെ ഈ സോപ്പ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാമാർത്തിന്റെ വെബ്സൈറ്റിൽ മാമാർത്തിന്റെ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു
കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ, അജി 2024 എന്നാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 20% ഓഫ് ഉണ്ട്. കൂടാതെ മാമാർത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ആപ്പിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എയർലി ആക്സസും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇത് കൂടാതെ നമുക്ക് ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാമാർത്തിന്റെ പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ടും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കി അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇനി വേഗം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ കരിഞ്ചീര എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കരിഞ്ചീരക എണ്ണയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് കരിഞ്ചീരകം തന്നെയാണ് കേട്ടോ. അപ്പൊ കരിഞ്ചീരകം ഞാനിവിടെ 5 സ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ കാച്ചാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1 ലിറ്ററിന് 5 സ്പൂൺ കരിഞ്ചീരകമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് നിങ്ങൾ കാച്ചാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ നേർപകുതി 2.5 സ്പൂൺ അളവിൽ നിങ്ങൾ കരിഞ്ചീരകം എടുത്താൽ മതിയാവും. അപ്പൊ ഞാനിതവിടെ 5 സ്പൂൺ അളവിൽ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് കരിഞ്ജീരകത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മൾ കരിഞ്ജീരകം എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഉലുവ എടുക്കുന്നത്. അപ്പോൾ കരിഞ്ജീരകം 5 സ്പൂൺ ആണെങ്കിൽ 5 സ്പൂൺ അളവിൽ തന്നെ നിങ്ങൾ ഉലുവയും ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 1/2 ലിറ്റർ ആണെങ്കിൽ അതിനനുസരിച്ച് നേർപകുതി നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾ കരിഞ്ചീരകം ഉലുവ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചത് അങ്ങനെ തന്നെ ഉപയോഗിക്കരുത്. കാരണം അതിനകത്ത് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴുകി ഉണക്കി വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ കഴുകി ഉണക്കി വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കരിഞ്ചീരകം ഉലുവ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ്. അധികം ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എന്തിനൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. തീരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 15 എണ്ണം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 10 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ 10, 15 എന്ന് പറയുന്നതിൽ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ വലിയ അളവിൽ നിങ്ങൾ വ്യത്യാസം വരുത്തരുത്. പിന്നെ നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്ക ഞാനിവിടെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താട്ടോ. വലിയ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുത്താൽ മതി. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 8 എണ്ണം വരെ നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള നെല്ലിക്കയാണ്. അപ്പോൾ ഒരു 6 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ എടുത്തിട്ടുള്ള ഉള്ളി ആയിക്കോട്ടെ, നെല്ലിക്ക ആയിക്കോട്ടെ, പിന്നെ കരിഞ്ജീരകം, പിന്നെ ഉലുവ, ഇത് നമ്മുടെ എണ്ണയിലെ മെയിൻ ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ഒന്ന് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചിലരൊക്കെ ചോദിക്കും നമുക്ക് ഇതിന് പകരമായിട്ട് അത് ഉപയോഗിച്ചൂടെ എന്നുള്ളത്. നമ്മൾ ഇനി ബാക്കി കാണിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ 4 ഇൻഗ്രീഡിയൻസ് നമ്മുടെ എണ്ണയിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിലൊന്നു പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് 4 ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേലി ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 10 എണ്ണം അല്ലെങ്കിൽ 15 എണ്ണം 1 ലിറ്റർ എണ്ണയ്ക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കണം കേട്ടോ. നമ്മളിപ്പോൾ 1/2 ലിറ്ററിന് 1 ലിറ്ററിൻ്റെ അതേ അളവ് നിങ്ങൾ എടുക്കരുത്. അതിനനുസരിച്ച് നിങ്ങൾ അളവ് നോക്കിയിട്ടൊക്കെ എടുക്കണം. അപ്പോൾ വേലി ചെമ്പരത്തിയാണ് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഏറ്റവും നല്ലത്. മറ്റു ചെമ്പരത്തി പൂ ഉപയോഗിക്കാത്തതാണ് നല്ലത്. നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ എണ്ണ കാച്ചുമ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു ചെമ്പരത്തിപ്പൂവാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. ഞാനിത് അവിടെ ഒരു 5 തണ്ട് അളവിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ മതിയാവും. പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും ഗുണങ്ങളൊന്നും ഞാൻ ഇനി എടുത്തു പറയുന്നില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു 5 തണ്ട് അളവിൽ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് പൂവാങ്കുറുന്നലാണ് കേട്ടോ. പൂവാങ്കുറുന്നൽ ഞാനിത് അവിടെ എൻ്റെ ഒരു കൈപ്പിടി അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് പൂവാങ്കുറുന്നൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. പല സ്ഥലത്തും പല പേരുകളാണ് കേട്ടോ ഇതിന് പറയുക. എനിക്ക് കറക്റ്റായിട്ടില്ല. നമ്മളിവിടെ പൂവാങ്കുറുന്നൽ എന്നാണ് പറയുക, പൂവാങ്കുരുന്നില അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിതാ എൻ്റെ ഒരു കൈപ്പിടി അളവിൽ ഞാനിവിടെ പൂവാങ്കുറുന്നൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നീലിയമരിയാണ് കേട്ടോ. നീലിയമരി ഞാനിത് അവിടെ എൻ്റെ ഒരു കൈപ്പിടി അളവിൽ, ഇത്ര അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, നമ്മളിങ്ങനെ ഒരു കയ്യിൽ പിടിക്കുമ്പോൾ ഒരു അളവില്ലേ, ആ ഒരു അളവിൽ ഞാനിത് അവിടെ നീലിയമരി എടുത്തിട്ടുണ്ട്. നമ്മൾ നാച്ചുറൽ ഹെയർ ഡൈ എന്നൊക്കെയാണ് നീലിയമരിനെ പറയുക. നമ്മൾ എണ്ണയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്കൊക്കെ നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനൊക്കെ നീലിയമരി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നീലിയമരി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക.
പിന്നെ നമുക്ക് വേണ്ടത് തുളസിയാണ് കേട്ടോ. തുളസി ഞാനിത് അവിടെ ഒരു 5-8 തണ്ട് തുളസി എടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ തുളസി ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും പിന്നെ നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനും തുളസി ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ മതി കേട്ടോ. ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല. ഒരു 5-8 തണ്ട് തുളസിയും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ എണ്ണ തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറവുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കയ്യൂന്നിയാണ്. കയ്യൂന്നി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു 5-8 തണ്ട് അളവിൽ നിങ്ങൾക്ക് കയ്യൂന്നി ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ കാണിച്ച ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ 4 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്യുക. പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് എണ്ണ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ നെല്ലിക്കയുടെ പിന്നെ കുരു കളഞ്ഞിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. പിന്നെ ഈ നമ്മുടെ പൂവാങ്കുറുന്നലില്ലേ, പൂവാങ്കുറുന്നലിൻ്റെ പൂവും തണ്ടൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തമായിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ തണ്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള തണ്ടും ഇലയും പൂവും മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ പൂവും പൊടിയും നമ്മുടെ ഈ പച്ച ഭാഗമില്ലേ അതും കളഞ്ഞിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നിങ്ങൾ ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ പേസ്റ്റ് പോലെ അരയില്ല, കാരണം നമ്മൾ തണ്ടുള്ള ഇൻഗ്രീഡിയൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചതച്ചെടുത്തിട്ട് എണ്ണ കാച്ചുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേഗം പോയിട്ട് എണ്ണ കാച്ചാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അടി കട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാനിത് സ്ഥിരമായിട്ട് എണ്ണ കാച്ചുന്ന എൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയൊക്കെ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ മുടിയിലേക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് എടുത്തു വെക്കാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാങ്ങിച്ച എണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ എണ്ണയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണയുടെ കൂട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നന്നായിട്ട് നമ്മുടെ എണ്ണ ഒന്ന് തിളയ്ക്കുന്ന ആ ഒരു സമയം വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് തിളപ്പിക്കണം. നമ്മൾ ഫുൾ ടൈം ഹൈ ഫ്ലെയിമിലല്ല കേട്ടോ ഇടുന്നത്. ഞാൻ ആ ഒരു കറക്റ്റ് സമയം എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് നമ്മുടെ എണ്ണ ഒന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. പിന്നെ തുടക്കം മുതൽ എൻഡ് വരെ നമ്മുടെ എണ്ണ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കുന്നത് അറിയാൻ വേണ്ടി പറ്റില്ല. പലരും പല പാത്രങ്ങളായിരിക്കുമല്ലോ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ അടി പിടിക്കും, ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്നിവിടെ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള അളവിലുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ എണ്ണ കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കണം. നിങ്ങൾ കുറവായിട്ടാണ് എണ്ണ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കുറവായിട്ട് എടുക്കണം. ആ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഇളക്കേണ്ട കാര്യം മറക്കരുത്, ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, എണ്ണയ്ക്ക് തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ തിള വരണം. തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണ മൊത്തത്തിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ എണ്ണയുടെ പാകം കറക്റ്റ് ആവില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കരിഞ്ഞു പോവും, എണ്ണയുടെ പാകം തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മളിത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇനിയുള്ള നമ്മുടെ എണ്ണ പാകാവുന്നത് ഈ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് തിളച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ സത്ത് മൊത്തം നമ്മുടെ ആ എണ്ണയിൽ നമുക്ക് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടുള്ളൂ. എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഹൈ ഫ്ലെയിമിലിട്ട് ഫുൾ ടൈം നിങ്ങൾ എണ്ണ തയ്യാറാക്കരുത്. ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ എണ്ണ തയ്യാറാക്കേണ്ടത്. ആദ്യം എണ്ണ തിളച്ച് വരുന്ന സമയം വരെ നിങ്ങൾ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുക. എണ്ണ തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എണ്ണ തയ്യാറാക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പം ഞാൻ അടുപ്പിൽ എണ്ണ വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലും എണ്ണ അത്യാവശ്യം നന്നായിട്ട് തിളച്ചുകൊണ്ടേ ഇരിക്കും. കാരണം നമ്മുടെ പാത്രത്തിൻ്റെ ആ ചൂട് കാരണം എണ്ണ നന്നായിട്ട് തിളച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ എണ്ണയുടെ പാകം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് പതയൊക്കെ പൊന്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ എണ്ണ ഉള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണയുടെ പാകം എന്ന് പറയുന്നത് ഈ പതയൊക്കെ നന്നായിട്ടൊന്ന് ഒതുങ്ങണം. പിന്നെ എണ്ണ നന്നായിട്ട് മുകളിലേക്ക് തെളിഞ്ഞ് വരണം. പിന്നെ നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇതാണ് കേട്ടോ നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ഒട്ടും ആയിട്ടില്ല, കറക്റ്റ് ഒരു പകുതി സമയം ആയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും നമ്മുടെ എണ്ണ കറക്റ്റ് പാകമാവാനായിട്ട്. എല്ലാവരും ചോദിക്കും എത്ര സമയം വേണം നമുക്കൊരു എണ്ണ കാച്ചി എടുക്കാനായിട്ട് എന്നുള്ളത്. പക്ഷെ നമുക്കതിന് കറക്റ്റ് സമയം പറയാൻ വേണ്ടി പറ്റില്ല. ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് എടുക്കും കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ സമയമല്ല കേട്ടോ നോക്കേണ്ടത്. നമ്മൾ അരമണിക്കൂർ എന്ന് വെച്ചിട്ട് അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ട് പോകരുത്. നമ്മൾ അതിന്റെ പാകം നോക്കുക. നമുക്കത് പാകം നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മനസ്സിലാവും. അരമണിക്കൂർ എന്ന് വെച്ചിട്ട് അരമണിക്കൂർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഏകദേശം അരമണിക്കൂറാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പകുതി സമയം ആയിട്ടുണ്ട്. പകുതി സമയം ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ചേർത്തിലെ ഇൻഗ്രീഡിയൻസിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പാകമാവും. അപ്പോൾ പകുതിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾ അതിന്റെ അടുത്തുനിന്ന് മാറരുത് കേട്ടോ. നമ്മൾ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന്റെ അടുത്ത് നിന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പൊ ഇത് കണ്ടോ, ഏകദേശം നമ്മുടെ എണ്ണ പാകമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ അതേയൊക്കെ നന്നായിട്ട് ഒതുങ്ങി വരുന്നുണ്ട്. എണ്ണ അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കരിഞ്ഞ കളറിലേക്ക് പോകരുത്, ഒരു ബ്രൗൺ കളറില്ലേ ആ ഒരു കളറിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ എണ്ണ പാകമായി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പാകമാവുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ എണ്ണയുടെ മൂപ്പ് കൂടി പോകും. മൂപ്പ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. അപ്പൊ ഇതുണ്ടോ, എണ്ണ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഇനി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പതയൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. നമ്മൾ ചേർത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നന്നായിട്ട് എണ്ണ ഒന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇനി എണ്ണയ്ക്ക് ലേശം മൂപ്പ് കൂടിപ്പോയി, എണ്ണ പാകം കുറച്ച് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. ആ പാത്രത്തിൽ നിന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ എണ്ണ കരിഞ്ഞു പോകും. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തണുത്തിട്ട് അരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിതാ എണ്ണ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കരിഞ്ജീരകം എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് മൊത്തത്തിൽ അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ എടുക്കുന്ന തുണി ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ആയിക്കോട്ടെ, ഇളക്കാൻ എടുക്കുന്ന സ്പൂൺ ആയിക്കോട്ടെ, അതെല്ലാം നല്ല വൃത്തിയുള്ളതായിരിക്കണം. എണ്ണ തയ്യാറായി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒന്നും തന്നെ വെള്ളത്തിന്റെ അംശമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എടുത്തു വെച്ച് ഉപയോഗിക്കാനുള്ളതാണല്ലോ. അപ്പൊ വെള്ളമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കേടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ എണ്ണ തയ്യാറാക്കാൻ പാടുള്ളൂ. എണ്ണ നല്ലൊരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് കളറിൽ അവർക്ക് തയ്യാറാക്കുമ്പോൾ കളറിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവിൽ വരുന്ന വ്യത്യാസം കൊണ്ട് കളറിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരാം. അതൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഇതിന്റെ പാകം മാത്രം കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന അളവില്ലേ, അത് ഏകദേശം ആ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കരിഞ്ജീരകം എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ആ തുളസിയൊക്കെ ചേർത്ത കാരണം തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പൊ എന്റെ എണ്ണയുടെ ബോട്ടിലൊക്കെ ഞാൻ കഴുകി നല്ല ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് കാണിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കരിഞ്ജീരകം കാച്ചാതെ തയ്യാറാക്കുന്ന എണ്ണയുടെ ബോട്ടിൽ, ആ ബോട്ടിൽ തീർന്നു കഴിഞ്ഞാൽ കഴുകൊന്നും വേണ്ടല്ലോ ചേച്ചി, അതിനകത്ത് തന്നെ നമുക്ക് ഒഴിച്ചു വെച്ചൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്ന സമയത്ത് ബോട്ടിലൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ബോട്ടിൽ എടുത്ത് കാണിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതാ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കരിഞ്ജീരക എണ്ണ നമുക്കൊരു 6 മാസം വരെയൊക്കെ എടുത്തു വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കി നല്ല വൃത്തിയായിട്ട് നമ്മൾ വെള്ളമൊന്നും ആവാതെ എടുത്തു വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 6 മാസം വരെ കേടാകാതെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 6 മാസത്തിൽ കൂടുതലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് ഒരു 6 മാസം വരെയൊക്കെ തയ്യാറാക്കിയിട്ട് പിന്നീട് നമ്മൾ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമ്മളിപ്പോ കരിഞ്ജീര എണ്ണ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ കരിഞ്ജീര എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീഡിയോസിൽ മൊത്തം നമ്മൾ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ. നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് മുടിയിൽ തേച്ചൊന്ന് മസാജ് ഒക്കെ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാട്ടോ. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് കൂടുതൽ പേരും ചോദിക്കാറുള്ളത്. കുട്ടികൾക്ക് ഞാൻ കിഡ്സിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കരിഞ്ജീര എണ്ണ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചിലപ്പോൾ അവർക്ക് തണുപ്പൊക്കെ പ്രശ്നമാവുമോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വേറെ എണ്ണ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കണം, അവർക്ക് തണുപ്പൊന്നും പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ഈ എണ്ണ ഉപയോഗിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കരിഞ്ജീര എണ്ണ ഞാൻ വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എണ്ണ തയ്യാറാക്കുമ്പോൾ അതിന്റെ പാകം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പേരൊക്കെ പിന്നെ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കരിഞ്ജീര എണ്ണ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി കുറച്ച് കരിഞ്ഞു പോയി, പ്രശ്നമുണ്ടോ, റിസൾട്ട് കിട്ടാണ്ടാവും, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരരുത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, പാകം കുറഞ്ഞു പോയി, പാകം കൂടിപ്പോയി എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിൽ നമ്മൾ തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ തയ്യാറാക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതിയിട്ട്. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.